ഇടുക്കി തൊടുപുഴ നഗരസഭയിൽ ഇന്ത്യക്ക് ഐതിഹാസികമായ മുന്നേറ്റം. ചരിത്രത്തിലാദ്യമായി ഇന്ത്യ സഖ്യം 9 സീറ്റ് നേടി തൊടുപുഴ നഗരസഭയുടെ പ്രതിപക്ഷ സ്ഥാനത്തേക്കെത്തി. 21 സീറ്റ് നേടി UDF ആണ് അധികാരത്തിലെത്തിയത്. കഴിഞ്ഞ തവണ 12 സീറ്റുണ്ടായിരുന്ന LDF ഇത്തവണ 6 വാർഡുകളിലേക്ക് ചുരുങ്ങി. പുതിയൊരു സൂര്യൻ ഉദിക്കുന്നേ, ലോകം മുഴുവൻ നോക്കുന്നു, ഭാരതം തലയുയർത്തി നിൽക്കുന്നു. LDF സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരവും ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ജനകീയ വികാരവുമാണ് വോട്ടായി തൊടുപുഴ നഗരസഭയിൽ ആകെ അലയടിച്ചത്. ഇടതു വലതു മുന്നണികൾ BJPക്കെതിരെ പടച്ചുവിട്ട കുപ്രചരണങ്ങളും തൊടുപുഴയിലേറ്റില്ല. 9 സീറ്റുകൾ നേടിയാണ് BJP തൊടുപുഴ നഗരസഭയിൽ 2ാം സ്ഥാനത്തെത്തിയത്. 6ാം വാർഡിൽ BJP സ്ഥാനാർത്ഥി ഗോപാലകൃഷ്ണൻ, 9ാം വാർഡിൽ ശ്രീജ രാജേഷ്, 24ാം വാർഡിൽ രേണുക രാജശേഖരൻ, 25ാം വാർഡിൽ PR വിജയകുമാരി, 26ാം വാർഡിൽ രാജേശ്വരി, 34ാം വാർഡിൽ അജിക്കുട്ടൻ, 33ാം വാർഡിൽ ഉമാ രാജേഷ്, 38ാം വാർഡിൽ പത്മകുമാർ എന്നിവർ BJPക്കായി വിജയിച്ചു. ഇടതുപക്ഷത്തെയും കമ്മ്യൂണിസത്തെയും തൂത്തെറിഞ്ഞ് പരിവർത്തനത്തിന്റെ രാഷ്ട്രീയത്തിലാണ് തൊടുപുഴ നഗരസഭ കടന്നുപോകുന്നതെന്ന് BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് PP സാനു പറഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ ഉത്തരവാദിത്വമാണ് ജനങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്. BJP തൊടുപുഴ ഭരിക്കണം എന്ന ആഗ്രഹം ജനങ്ങൾക്കുണ്ടായിരുന്നു. അതിന് അനുസൃതമായൊരു പ്രവർത്തനമാണ്, അതിന് യോഗ്യമായ സ്ഥാനാർത്ഥികളെയാണ് BJP NDA സഖ്യവും നിർത്തിയത്. മറ്റൊന്ന് വികസിത തൊടുപുഴ, വികസിത കേരളം, ഇതായിരുന്നു രാജീവ് ചന്ദ്രശേഖരജിയുടെ നേതൃത്വത്തിൽ BJP ഉയർത്തിയത്. കേന്ദ്രം ഭരിക്കുന്ന കക്ഷിക്ക് അത് നടപ്പാക്കുവാൻ സാധ്യമാകുമെന്ന് ജനങ്ങൾക്ക് ബോധ്യവും വന്നിട്ടുണ്ട്. അതിനാൽ വികസിതമായ തൊടുപുഴയെ യാഥാർത്ഥ്യവൽക്കരിക്കുവാൻ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് BJP ദേശീയ ജനാധിപത്യ സഖ്യം ഈ നാട്ടില് ശക്തമായി ജനങ്ങളോടൊപ്പം ഉണ്ടാവും. കഴിഞ്ഞ തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ കൂട്ടുപിടിച്ച് ഭരണത്തിലെത്തിയ LDFന് തൊടുപുഴ നഗരസഭയിൽ ഇത്തവണ പച്ച തൊടാനായില്ല. പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച 3 പേരാണ് വിജയിച്ചത്. 3 പേർ LDF സ്വതന്ത്രരും. കേവല ഭൂരിപക്ഷം നേടി UDF ആണ് നഗരസഭ അധികാരം പിടിച്ചത്. മുസ്ലിം ലീഗ് 9 സീറ്റുകളിൽ വിജയിച്ചപ്പോൾ കേരള കോൺഗ്രസ് 2 സീറ്റുകളിൽ വിജയിച്ചു. 10 വാർഡുകളിലാണ് കോൺഗ്രസ് വിജയിച്ചത്. കോൺഗ്രസിനോട് പിണങ്ങി മത്സരിച്ച 2 വിമത സ്ഥാനാർത്ഥികളും തൊടുപുഴ നഗരസഭയിൽ വിജയിച്ചിട്ടുണ്ട്. സുബിൻ തോമസ്, ജനം, ഇടുക്കി.